ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नस्तप्रायेषु अभद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। जय श्री प्रभुपाद श्री महाविष्णु गोस्वामी गुरुदेव की। So today I'm very happy to join all of you to read from a verse in Bhagavatam. The verse will be 1:8:30. 1 First Canto, 8th chapter, 30th verse. Is Patitapan Prabhu here? Otherwise, Sankarshan Prabhu, are you capable to do the translation? Prabhu, Until he Paditpan Prabhu comes? is there, Prabhu. Paditpan Prabhu Where, is there. where? Oh, I don't He's see there. him. Okay, Just now he joined. okay. Patitapan Prabhu, can we start? Hare Krishna Prabhu, Dandavat Pranam. Dandavats. Thank you, Sorry Prabhu. for the I'm delay. going to. Hare No, Krishna. no, that's fine. So, do I read the verse or you want to read it in Malayalam? Prabhu, you can just read the verse. Here we will translate in Malayalam. Okay. Because then there would be double. Isn't it better if I just chant the verse, then you read the purport and translation Yes, in Prabhu. Malayalam? That's Yes, better. Prabhu. Janma karma cha vishvatman ajasya kartu atmanaha tiryan rishishu yadashu tat anyanta vidambanam. Janma karma cha vishvatman ajasya kartu atmanaha tiryan rishishu yadashu tat atyanta vidambanam. Janma karma cha vishvatman ajasya kartu atmanaha Tiryan yadashu tat adyanta vidambanam. Prabhu, please read the translation and purport. Hare Krishna, Madaji's Prabhu's Arangalam translation and purport വായിക്കാവോ? ആരാണ്? ഞാൻ വായിക്കണം. Hare Krishna, Madaji's Prabhu's. കൃഷ്ണ വായിക്കട്ടെ പ്രഭുജി. വായിക്കണം മതി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിവർത്തനം. അല്ലയോ വിശ്വപ്രപഞ്ച തേജസ്സേ, അങ്ങ് നിഷ്ക്രിയനായി കാണപ്പെടുന്നുവെങ്കിൽ തന്നെയും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ജീവാധാരമായ അടിസ്ഥാന ശക്തിയും അങ്ങ് തന്നെയാണ്. ജനനമില്ലാത്തവനാകയാൽ അജൻ അങ്ങയെ അവതാരമെന്ന് വിശേഷിപ്പിക്കുന്നു. അങ്ങ് സ്വയം മനുഷ്യരിലും മൃഗങ്ങളിലും ഋഷിമാരിലും സമുദ്രജീവികളിലും അവരോഹണം ചെയ്തിരിക്കുന്നു. സത്യത്തിൽ ഇത് വിഭ്രമജനകം തന്നെയാണ്. ഭാവാർത്ഥം. ഭഗവാന്റെ അതീന്ദ്രിയ ലീലകൾ അമ്പരപ്പിക്കുന്നവ മാത്രമല്ല, സ്ഫുടമായി വിരുദ്ധാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നവയുമാകുന്നു. മറ്റൊരു തരത്തിൽ അഭിപ്രായപ്പെടുകയാണെങ്കിൽ അവയെല്ലാം തന്നെ മനുഷ്യന്റെ പരിമിതമായ ചിന്താശക്തിക്ക് ദുർജയമാകുന്നു. എല്ലാ അസ്തിത്വങ്ങളുടെയും പ്രബലനായ പരമാത്മാവ് ഭഗവാനാകുന്നു. എങ്കിൽ തന്നെയും മൃഗങ്ങളിൽ വരാഹമായും മനുജരിൽ രാമൻ, കൃഷ്ണൻ തുടങ്ങിയവരായും ഋഷിരൂപത്തിൽ നാരായണനായും ജലജീവികളിൽ മത്സ്യമായുമൊക്കെ ഭഗവാൻ അവതാരമെടുത്തു. അദ്ദേഹം അജനും യാതൊന്നും പ്രവർത്തിക്കാനില്ലാത്തവനുമായി വിശേഷിപ്പിക്കപ്പെടുന്നു. പരബ്രഹ്മത്തിന് യാതൊന്നും തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ടില്ലെന്ന് ശ്രുതിമന്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഭഗവാന് സമാനരായോ അതീതരായോ ആരും തന്നെ ഇല്ല.
അദ്ദേഹത്തിന് അനേക വിധങ്ങളായ ശക്തികൾ ഉണ്ടെന്ന് മാത്രമല്ല, സ്വതപ്രവൃത്തമായ ജ്ഞാനം, ശക്തി, കർമ്മം എന്നിവയാൽ സർവ്വതും അദ്ദേഹത്താൽ പൂർണ്ണമായി നിർവഹിക്കപ്പെടുന്നു. ഈ പ്രസ്താവനകളെല്ലാം തന്നെ യാതൊരു സന്ദേഹത്തിനും ഇട നൽകാത്ത വിധം ഭഗവത്ലീലകളും രൂപഭാവങ്ങളും നമ്മുടെ പരിമിതമായ ചിന്താശക്തിക്ക് ദുർജയങ്ങളാണെന്ന് തെളിയിക്കുന്നു. ഭഗവാൻ ഭാവനാതീതമായി അധികാരമുള്ളവനാകയാൽ അദ്ദേഹത്തിന് സർവ്വതും സാധ്യമാണ്. ആർക്കും അദ്ദേഹത്തെ സൂക്ഷ്മമായി നിരൂപിക്കാൻ സാധ്യമല്ല. ഭഗവാന്റെ ഓരോ പ്രവൃത്തിയും സാമാന്യ വ്യക്തിക്ക് വിഭ്രമം ഉളവാക്കുന്നവയാണ്. വേദവിജ്ഞാനത്താൽ ഭഗവാനെ മനസ്സിലാക്കാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ ശുദ്ധഭക്തരാൽ അദ്ദേഹത്തെ അനായാസേന മനസ്സിലാക്കാൻ കഴിയും. എന്തെന്നാൽ ഭക്തർ ഭഗവാനുമായി ദൃഢബദ്ധമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആകയാൽ മൃഗങ്ങൾക്ക് മധ്യേ ഭഗവാൻ അവതരിച്ചുവെങ്കിലും അദ്ദേഹം ഒരു മൃഗമോ നരനോ ഋഷിയോ മത്സ്യമോ അല്ലെന്ന് ഭക്തർ അനുഭവിച്ചറിയുന്നു. എല്ലാ പരിതസ്ഥിതിയിലും ഭഗവാൻ ശാശ്വതമായി പരമപുരുഷനായ ഭഗവാനായി നിലകൊള്ളുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. Hare Krishna. Jai. Thank you, Mataji. Hare Krishna. Om Ajnanatimidandasya Jnananjanashalakaya Chakshurunmilitam Yena Tasmai Shri Guruve Namaha. Patitapam Prabhu, I will start now. Yes, Prabhu. This is a very it's a very significant and important verse that Kunti Mata is praying to Krishna. ഇത് വളരെ പ്രധാനപ്പെട്ടതും വളരെ മഹത്വവും ഉള്ള ഒരു ശ്ലോകമാണ് കുന്തി മാതാവ് പറയുന്നത്. Because she's pointing out the difference between the Supreme Lord and the living entities. ഇവിടെ പ്രധാനമായിട്ടും കുന്തി മാതാവ് പറയുന്നത് ഭഗവാനും ജീവാത്മാക്കളും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ്. Because sometimes it appears as if the Supreme Lord is just like an ordinary living entity. ചില സമയങ്ങളിൽ നോക്കുമ്പോൾ ഭഗവാനെ ഒരു സാധാരണ ഒരു വ്യക്തി രൂപത്തിൽ നമ്മൾ കാണപ്പെടാറുണ്ട്. In Vrindavan, he was like an ordinary cowherd boy. വൃന്ദാവനത്തിൽ നോക്കിയാൽ ഒരു ഗോപബാലനെ പോലെ ഭഗവാൻ വിളയാടുന്നു. And when he was in the form of his different avatars, he appeared just like animals. He was Varaha, he was Matsya, he was Kurma. So people who don't have faith in Krishna, they can't understand that he is actually different from these animals and he's different from ordinary human beings. ഭഗവാനിൽ വിശ്വാസമില്ലാത്തവർക്ക് ഭഗവാന്റെ വ്യത്യസ്തമായ അവതാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഭഗവാൻ മത്സ്യരൂപം എടുക്കുന്നു, വരാഹരൂപം എടുക്കുന്നു, നരസിംഹ രൂപത്തിലൊക്കെ നോക്കുമ്പോൾ സാധാരണ വിശ്വാസമില്ലാത്ത ഭക്തജനങ്ങൾക്ക് ഇതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. So therefore, Kunti Mata is saying that, of course, naturally, for those who don't understand Krishna, they think that he is a very bewildering person and they cannot understand how is it that he comes into this world, and they cannot understand his pastimes, as Prabhupada says, because sometimes his pastimes are not only bewildering but also contradictory. സാധാരണ ഈ പറഞ്ഞത് ശരിയാണ്. സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഭഗവാന്റെ ഈ വ്യത്യസ്തമായ അവതാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത് ആശ്ചര്യകരവും ഒരു എന്താ പറയാ ഒരു അത്ഭുതം ഉളവാക്കുന്നു. കാരണം പല സമയങ്ങളിലും ഈ അവതാരങ്ങളെല്ലാം പരസ്പര വിരുദ്ധമായിട്ട് നമുക്ക് തോന്നാനും സാധ്യതയുണ്ട്. For example, in Damodar Leela, Krishna was a very mischievous boy, and he actually stole butter, and he was considered to be a thief. In the material ദാമോദര world, ലീലയിൽ sorry, carry on. ദാമോദര ലീലയിൽ നോക്കുകയാണെങ്കിൽ ഭഗവാൻ ഒരു ആശ്ചര്യകരമായ ഒരു ബാലനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ഭഗവാൻ ഈ പറഞ്ഞ വെണ്ണ കട്ടെടുക്കുകയും ചെയ്യുന്നു. But in the material world, if someone were to be a thief, then that person is not glorified. In fact, the person is condemned or the person is punished. And yet, Krishna, the Supreme Personality of Godhead, can actually steal butter. And everybody in Vrindavan and all of us as devotees, we are relishing his pastime of stealing. ഭഗവാന്റെ ഈ പറഞ്ഞ വെണ്ണക്കട്ട ലീലകൾ അല്ലെങ്കിൽ ഭഗവാന്റെ ഈ മോഷണമായ ലീലകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ ഇങ്ങനെ ഒരു ബാലൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണ്ട ശിക്ഷ നൽകുകയോ അവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഭഗവാന്റെ ഈ വെണ്ണ കട്ടെടുത്ത ഈ ലീലകളെല്ലാം നമുക്ക് കൂടുതൽ ആസ്വാദികരമാണ് ഭക്തന്മാർക്ക്, വൃന്ദാവനത്തിലുള്ളവർക്കും അതുപോലെ ഭഗവാനെ ആരാധിക്കുന്ന ഓരോ ഭക്തർക്കും. When Brahmaji stole the cows and the calves and he hid them in a cave,
he thought that Krishna would be in trouble, because how could he then explain to the ladies, the mothers, and the cows about the disappearance of their children? ബ്രഹ്മാജി ഭഗവാന്റെ ഈ പറഞ്ഞ ഗോക്കളെ എല്ലാം ഒരു ഇടത്ത് ഒളിച്ചു വെക്കുകയും അതിലൂടെ അദ്ദേഹം ഭഗവാൻ എന്തായാലും കഷ്ടപ്പെടും, അല്ലെങ്കിൽ ഭഗവാൻ എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാകും, കാരണം ഇത്രയും പശുക്കളെ കുറിച്ച് ഈ പറഞ്ഞ ഗോപികമാർ ചോദിക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ആശ്ചര്യത്തിലോടുകൂടിയാണ് അദ്ദേഹം ആ ഒരു ലീല ചെയ്തത്. But what is really bewildering, as Kunti Mata is saying, is that Brahmaji did not realize that Krishna is the soul of the universe. Here in this verse, Krishna is described as the soul of the universe. But Brahmaji did not understand that. ഇവിടെ കുന്തിമാത പറഞ്ഞ പോലെ ഭഗവാൻ എല്ലാത്തിന്റെയും മൂല സ്രോതസ്സാണ്. ഈ ഒരു കാര്യം അദ്ദേഹം വിസ്മരിച്ചു പോയി. കാരണം ഇതിന്റെ എല്ലാത്തിന്റെയും നാഥൻ എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. And therefore, when Brahmaji saw that for one whole year, nobody was making noise in Vrindavan, he was thinking, how is it possible? What is happening in Vrindavan? Isn't Krishna in trouble? അങ്ങനെ ഒരു വർഷത്തോളം ഈ പറഞ്ഞ ഗോക്കളെ ബ്രഹ്മാജി അടച്ചു വെക്കുകയും അപ്പൊ അദ്ദേഹം ആലോചിക്കുകയാണ്, ഇതിനെക്കുറിച്ച് ആരും തന്നെ വൃന്ദാവനത്തിൽ ശബ്ദിക്കുന്നില്ല, അവിടെ കൃഷ്ണൻ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കുഴപ്പത്തിലായോ എന്നുള്ള ആശ്ചര്യത്തിലായിരുന്നു ബ്രഹ്മാജി. So in that way, when he came to Vrindavan, he was very shocked, because all of a sudden he realized that for one full year, Krishna had expanded himself to be all the boys and all the calves, and all the parents of the boys and the calves, they were actually heightened in their love for them, because these boys and these calves were actually Krishna. ബ്രഹ്മാജി വൃന്ദാവനത്ത് വന്ന് നോക്കുമ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. കാരണം അവിടെ ഉള്ള എല്ലാ ഗോക്കന്മാരും ഗോക്കളുമെല്ലാമായി ഭഗവാൻ തന്നെ വിസ്തരിച്ചിരിക്കുകയാണ്. അവിടെയുള്ള ഓരോ ഗോപികമാരും ഗോപന്മാർക്കും എല്ലാം അവരുടെ കുട്ടികളോട് കൂടുതൽ കൂടുതൽ ഇഷ്ടവും സ്നേഹവും ഉണ്ടായി. കാരണം ഇത് ഭഗവാൻ സാക്ഷാത് അവരുടെ ഗോപന്മാരുടെ രൂപം ധരിച്ച് അവരുടെ മുന്നിൽ സേവ സ്വീകരിക്കുകയായിരുന്നു. So it was beyond Brahma's limited thinking power how Krishna could manage that. ഈ ബ്രഹ്മാവിന്റെ ഈ എന്താ പറയാ പരിമിതമായ ഈ ചിന്തയ്ക്കും അപ്പുറമായിരുന്നു ഭഗവാന്റെ ഈ പറഞ്ഞ ജ്ഞാനം. Prabhupada says in the purport, Krishna is inconceivably powerful and everything is possible in him. പ്രഭുപാദർ ഭാവാർത്ഥത്തിൽ പറയുന്നു ഇൻകൺസീവബിൾ, അതായത് നമ്മളെ കൊണ്ട് അളക്കാൻ പറ്റുന്നതിനപ്പുറമാണ് ഭഗവാന്റെ ശക്തികൾ എന്നാണ് പറയുന്നത്. So we try to calculate Krishna according to our limitations. നമ്മൾ ഭഗവാനെ തിട്ടപ്പെടുത്തുന്നു നമ്മളുടെ പരിമിതമായ ഈ പറഞ്ഞ ബുദ്ധി വെച്ചുകൊണ്ട്. And that is why we become very bewildered when we see something that Krishna is doing that we will never be able to do. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ആശ്ചര്യം തോന്നുന്നത്. കാരണം ഭഗവാൻ ചെയ്യുന്ന പല പ്രവൃത്തികളും നമ്മളെ കൊണ്ട് ഒരിക്കലും സാധിക്കുകയില്ല. Forget Krishna. Even the devotees of Krishna, their strength is so powerful that even the devatas are bewildered by the strength of the devotees. ഭഗവാനെ മാറ്റി നിർത്തിയിട്ട് ഭഗവാന്റെ ഭക്തന്മാരുടെ ശക്തിയെ നമ്മൾ നോക്കിയാൽ തന്നെ ദേവന്മാർക്ക് പോലും ഇവരുടെ ശക്തിയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത്രമാത്രം ശക്തിയാണ് ഭഗവാന്റെ ഭക്തന്മാർക്ക്. One time, Garuda was taking Amrit away, and he was going to see his mother to deliver her. And Indra saw that Amrit was being taken away from Swargaloka. അങ്ങനെ ഒരു പ്രാവശ്യം ഈ പറഞ്ഞ ഗരുഡദേവൻ ഈ അമൃതവുമായി അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് പോകുന്നത് ഇന്ദ്രൻ കാണുകയുണ്ടായി. And then what he did was he threw his powerful thunderbolt, Vraja. He threw it at Garuda, and no one has survived that. And he thought Garuda will be hit, or he will fall into a state of bewilderment, and he will give up the Amrit. അങ്ങനെ ഈ പറഞ്ഞ ഇന്ദ്രദേവന്റെ വജ്രായുധം എടുത്ത് ഈ പറഞ്ഞ ഗരുഡദേവന് നേരെ പ്രയോഗിച്ചു. സാധാരണ ഇതിനെതിരെ ആർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അപ്പോ ഇത് കൊണ്ട് ഈ പറഞ്ഞ ഗരുഡദേവന് എന്തെങ്കിലും സംഭവിക്കുകയും ഇത് വിടുകയും ചെയ്യുമെന്നാണ് ഇന്ദ്രദേവൻ കരുതിയത്. But to his surprise, the great thunderbolt touched Garuda like someone throwing flower garlands on him. Nothing. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇന്ദ്രദേവൻ അയച്ച ഈ വജ്രായുധം ഈ ഗരുഡദേവനെ സ്പർശിച്ചപ്പോൾ തന്നെ അതൊരു പൂമാലയായി മാറുകയുണ്ടായി. വേറെ ഒന്നുമേ അതവിടെ സംഭവിച്ചില്ല. And therefore Indra stopped
And out of great respect, he said, Garuda, how is it? This is bewildering to me. How is it that my powerful weapon, most powerful amongst the Devatas, cannot hurt you? What is your strength? അപ്പോ ഇന്ദ്രദേവൻ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് തൊഴുകയോടെ കൂടി ഗരുഡദേവനോട് ചോദിച്ചു, ഇത് ആർക്കും തന്നെ സാധിക്കാത്തതാണ് ഈ വജ്രായുധത്തിനെ തടുക്കുക എന്നുള്ളത്. പക്ഷേ ഇതിനെ തന്നെ തടുത്തുകൊണ്ട് അങ്ങക്ക് ഇതിന് എന്താണ് അങ്ങയുടെ ഇതിനുള്ള മഹത്വം എന്ന് ഗരുഡദേവനോട് ചോദിക്കുകയുണ്ടായി. And Garuda said two very important things that tells us more about this verse. ഈ ശ്ലോകത്തുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഗരുഡദേവൻ ഇന്ദ്രനോട് പറയുകയുണ്ടായി. First thing he said, please listen to the strength of one of my feathers. One feather. ഒരു കാര്യം മനസ്സിലാക്കുക, എന്റെ ഈ ഒരു തൂവലിന്റെ ശക്തി എന്താണെന്ന് അങ്ങ് മനസ്സിലാക്കുക. And he said, one feather of mine can hold 14 planetary systems on the tip of the feather. ആ ഒരു തൂവലിന്റെ തുമ്പിൽ എനിക്ക് ഈ 14 ലോകങ്ങളെയും താങ്ങാൻ സാധിക്കും. And even if you, Indra, stand on top of one of the planets, I can still hold you with one feather very easily. അങ്ങ് ഈ 14 ലോകങ്ങൾക്ക് മേളിൽ നിന്നുകൊണ്ട് തന്നെ നിന്നാൽ പോലും എനിക്ക് അങ്ങേയും താങ്ങിക്കൊണ്ട് ഈ എന്റെ ഒരു തൂവലിന്റെ തുമ്പിൽ സാധിക്കും. And when Indra was shocked because he was bewildered by the strength, then Garuda said the second point. ഇത് കേട്ടപ്പോൾ തന്നെ ഇന്ദ്രദേവൻ ആശ്ചര്യം കൂറി നിന്നു. എന്നിട്ട് രണ്ടാമത് ഗരുഡദേവൻ രണ്ടാമത്തെ വിഷയം പറയേണ്ടായി. And Garuda said, the reason why I'm strong is not because of my strength. എന്തുകൊണ്ട് ഞാൻ ഇത്രയും ശക്തിമാനെന്ന് വെച്ചാൽ ഇത് എന്റെ കഴിവ് കൊണ്ട് മാത്രമല്ല. It is because I have full faith in the soul of the universe, who is the supreme personality of Godhead. എന്തുകൊണ്ടെന്നാൽ എനിക്ക് ഈ ലോകത്തിന്റെ എല്ലാം നാഥനായ പരമനേന്ദ്രവായ പരമാത്മാവായ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ട്. So this is a very important thing for us to understand. ഇതിൽ നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കാനുണ്ട്. Prabhupada says the devotees are never bewildered and they can easily understand the strength and the pastimes of Krishna. ഭക്തന്മാർ ഒരിക്കലും പതറിപ്പോകാറില്ല. അവരെപ്പോഴും ഭഗവാന്റെ ആശ്ചര്യകരമായ ലീലകളെയും മഹത്വങ്ങളെയും എപ്പോഴും പ്രകീർത്തിക്കുന്നുണ്ട്. Because like Garuda, they have full faith in Krishna. കാരണം ഗരുഡദേവന് ഭഗവാനിൽ പൂർണ്ണമായ അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരുന്നു. The moment you have faith in the Lord, then whatever that is bewildering becomes revealed. എപ്പോഴാണ് നമുക്ക് ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാകുന്നത്, അപ്പോൾ നമ്മളെ വേട്ടയാടുന്ന നമ്മളെ ആശ്ചര്യപ്പെടുന്ന പലതിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. But the barrier to faith, ആ വിശ്വാസത്തിന് തടസ്സമായി നിൽക്കുന്നത് is our pride. അത് നമ്മളുടെ അഹങ്കാരമാണ്. Brahmaji, right, in that Leela where he stole the calves and the boys, he was very proud because he thought, I'm creator. Let me now show this little boy in Vrindavan who is stronger. അപ്പോ ബ്രഹ്മാജിക്ക് ഈ ബ്രഹ്മവിമോഹന ലീല ചെയ്ത സമയത്ത് അഹങ്കാരം ഉണ്ടായിരുന്നു. ഈ ബാലന് കാണിച്ചു കൊടുക്കാം ഞാൻ ആരാണെന്നും എന്റെ ശക്തി എന്താണെന്നും കാണിച്ചു കൊടുക്കാം എന്നുള്ള ഒരു ധാരണയിലായിരുന്നു ബ്രഹ്മാജി. Indra was very proud of his weapon and strength. And so because of that, it blinded him to understand the strength of the devotee of the Lord and the strength of the Lord. അതുപോലെ തന്നെ ഇന്ദ്രദേവനും അദ്ദേഹത്തിന്റെ ശക്തിയിൽ അഹങ്കരിച്ചു ഇല്ലെങ്കിൽ അന്താളിച്ച് അന്ധനായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാന്റെയും ഭക്തന്മാരുടെയും ശക്തിയെ കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. So to the extent that we are proud and to the extent that we think that it is our strength that is pushing us forward, to that extent we will be bewildered by the Lord's activities. നമ്മൾ എത്രത്തോളം നമ്മളുടെ ഈ അഹങ്കാരത്തിന് അടിമപ്പെട്ട് നിൽക്കുന്നുവോ അത്രത്തോളം നമുക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നതെന്നുള്ള ധാരണ ഉള്ള കാലത്തോളം നമുക്ക് ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. But the devotees work on the basis of faith, Shraddha. Prabhu, you're there? I think Prabhu left. Some issues may be there, Prabhu. He will That's join okay. now. He will join. Not to worry. I was joined. Sorry, Prabhu. Can you The hear me? devotees? Yeah, the devotees will work, on the basis of faith.
ഭക്തന്മാർ എപ്പോഴും പ്രവർത്തിക്കുന്നത് അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. And why? Because they fully understand and accept that Krishna is the soul of the universe. എന്തുകൊണ്ടെന്നാൽ അവർക്ക് പൂർണ്ണമായിട്ടും അറിയാം ഈ കാണുന്നതിന്റെ എല്ലാത്തിന്റെയും നാഥൻ ഭഗവാൻ തന്നെയാണെന്നുള്ള സത്യം. Dhruva Maharaj is another very good example. ധ്രുവ മഹാരാജാണ് ഇതിന് മറ്റൊരു വളരെ മനോഹരമായ ഉദാഹരണം. When he started his austerities in Madhuvan, you will remember that his austerities were so powerful that the devatas were choking. The whole universe was choking, and they turned to Krishna for help. സോ ധ്രുവ മഹാരാജാവ് അദ്ദേഹത്തിന്റെ തപശ്ചര്യ തുടങ്ങിയത് മധുവനത്തിൽ വെച്ചുകൊണ്ടാണ്. ആ മധുവനത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ തപശ്ചര്യ ദേവന്മാരെയും ഈ പ്രപഞ്ചത്തിനെ തന്നെ പ്രകമ്പനം കൊള്ളിച്ചു. കാരണം അതിന്റെ ശക്തി കൊണ്ട് അവരെല്ലാവരും ഭഗവാന്റെ അടുത്ത് സഹായം അഭ്യർത്ഥിക്കാൻ പോയി. And then the devatas came to see Krishna, and Krishna said something very important to them. ദേവന്മാർ ഭഗവാനോട് ഈ പറഞ്ഞ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഭഗവാൻ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയുണ്ടായി. Krishna told them that because Dhruva has with full faith meditated on me, therefore he has become one. He has become one. He has become aligned with me. And because his breathing is aligned with the universe, and I am the soul of the universe, therefore he's so powerful that he can actually change the entire structure and constitution of the universe. And that is why everyone is feeling this disturbance. എന്തുകൊണ്ടെന്നാൽ ധ്രുവൻ അദ്ദേഹത്തിന്റെ എന്താ പറയാ ഇതില് ചിന്തയിൽ പൂർണ്ണമായിട്ടും ഭഗവാനുമായിട്ട് ഒന്നു ചേരുകയുണ്ടായി. അതിന്റെ തപശ്ചര്യയുടെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ പ്രപഞ്ചം തന്നെ അദ്ദേഹത്തിനോട് ഈ എന്താ പറയാ ശ്വാസത്തിന്റെ തന്നെ താളഗതികളെ എന്താ പറയാ കോർത്തിണക്കിക്കൊണ്ട് ഭഗവാനുമായി ഒന്നു ചേർന്നു. അത് കാരണമാണ് ബാക്കിയുള്ളവർക്ക് അസംതൃപ്തിയും ഇല്ലെങ്കിൽ എന്താ പറയാ ഒരു അസന്തുലിത ഉണ്ടാവുകയും ചെയ്തു. Our Guru Maharaj used to tell us that on our own we have no capacity to understand Krishna. ഗുരു മഹാരാജ് എപ്പോഴും പറയും നമ്മളുടെ ശക്തി കൊണ്ട് നമുക്ക് ഭഗവാനെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. In fact, he would often quote Bhishma Dev in 1916 of Srimad Bhagavatam. അത് എപ്പോഴും മഹാരാജ് 1916 ശ്ലോകത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുമായിരുന്നു. Nahi asya karhichit rajan puman veda vidit sitam yad vijitna saya yukta muyanti kavayopihi. And there Bhishma Dev will tell the Pandavas, no one can know the plan of the Lord. Even though great philosophers are inquiring exhaustively about him, they are bewildered. Muyanti kavayopihi. അതായത് ഒരു തരത്തിൽ പോലും ഭഗവാന്റെ പ്ലാനുകളെ നമുക്ക് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അത് എത്ര വലിയ എന്താ പറയാ ഫിലോസഫർ തത്വചിന്തകർക്ക് പോലും ഭഗവാന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് അറിയത്തില്ല എന്നാണ് ഭീഷ്മദേവൻ കോട്ട് ചെയ്യുന്നത്. So the devotee respectfully prays to Krishna to say, Krishna, I don't know your plan, but I know you are the soul of the universe. And because you are the soul of the universe, if you want, you will reveal the plan to me. സോ അതുകൊണ്ട് ഭഗവാന്റെ ഭക്തന്മാർ എപ്പോഴും പ്രാർത്ഥനയോട് ഭഗവാനോട് പറയും, ഭഗവാനെ എനിക്ക് അടുത്ത ഘട്ടം അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്കറിയാം എല്ലാത്തിന്റെയും നാഥനായ ഭഗവാനാണ് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ള സത്യം. And this mood of a pure devotee or the mood of this devotee is translated into devotional service. ഈ ഒരു മനോഭാവത്തിനെയാണ് എന്താ പറയാ വിസ്തരിച്ച് ഭക്തിയുക്ത സേവനമായി മാറുന്നത്. Therefore, two qualities are needed for us not to become bewildered by the amazing pastimes of Krishna. രണ്ട് യോഗ്യതകൾ നമുക്ക് വേണം. ആ രണ്ട് യോഗ്യത ഉണ്ടെങ്കിൽ ഭഗവാന്റെ ഈ ആശ്ചര്യകരമായ പ്രവർത്തികളിൽ നമ്മൾ എന്താ പറയാ മറന്നു പോവുകയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പതറിപ്പോവുകയില്ല. We must become connected to Krishna because he is the soul of the universe. We are very tiny, but when we become connected to him, like powerhouse has all the energy, electricity, and I am just a small lamp. But the moment there's a connection between the powerhouse and the lamp can immediately show electricity. That is the ആദ്യമായി difference. നമ്മൾ ചെയ്യേണ്ടത് ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. കാരണം ഭഗവാനാണ് ഇതിന്റെ എല്ലാത്തിന്റെയും പൂർണ്ണമായ സ്രോതസ്.
അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ പവർ ഹൗസ്, നമ്മളുടെ ഇലക്ട്രിക് പവർ ഹൗസുമായിട്ട് ഈ ലാമ്പ്, നമ്മളുടെ വിളക്കുകൾ ബന്ധിപ്പിച്ചിരുന്നാൽ എപ്പോഴാണോ ആ ബന്ധം ഈ പവർ ഹൗസുമായിട്ട് കറണ്ടുമായിട്ട് ചേരുന്നത്, അപ്പൊ മുതൽ അത് പ്രകാശിക്കാൻ തുടങ്ങും. And this connection comes on the platform of devotional service. ഈ ഒരു ബന്ധം എങ്ങനെ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ അത് ഭക്തിയുക്ത സേവനത്തിലൂടെ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. And this platform is available to the sincere disciple of the bona fide spiritual master. ഇത് ഈ പറഞ്ഞ ഉത്തമമായ ശിഷ്യന്, ഒരു ഗുരുവിന്റെ ഉത്തമമായ ശിഷ്യന് ഈ ഒരു അവസരം എപ്പോഴും ലഭിക്കുന്നതാണ്. Dhruva Maharaj was very sincere to Narada and his mother Suniti, and that is why he could connect to Krishna and he was not bewildered. കാരണം ധ്രുവ മഹാരാജാവ് അദ്ദേഹത്തിന്റെ ഗുരുവായ നാരദ മഹർഷിക്കും അവരുടെ അമ്മയുടെ വാക്കുകൾക്കും അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി. അതോടുകൂടിയാണ് അദ്ദേഹത്തിന് ഭഗവാനുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചത്. So this is a very important point, that we are connected to Krishna on the platform of devotional service, and we understand that Krishna is the soul of the universe and he will reveal knowledge to us. Not that we will obtain knowledge, but he will reveal it to us. ഇങ്ങനെ വേണം നമ്മൾ ഭഗവാനുമായിട്ടുള്ള ഭക്തിയുക്ത സേവനത്തിലൂടെ വേണം നമ്മൾ ഭഗവാനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ. ഈ ബന്ധം സ്ഥാപനത്തിലൂടെ നമുക്ക് ഭഗവാൻ തന്നെ വെളിപ്പെടുത്തി തരുന്നതാണ് അദ്ദേഹത്തിന്റെ ആശ്ചര്യമായ ഈ മഹനീയമായ ജ്ഞാനത്തെക്കുറിച്ച്. നമ്മളുടെ കഴിവ് കൊണ്ട് ഒരിക്കലും നമുക്കത് സാധിക്കുകയില്ല. When you have time, please look at the 6th canto, 4th chapter, 29th verse. നമുക്ക് സമയമുള്ളപ്പോൾ 6-ാം സ്കന്ധം 4-ാം അധ്യായം 29-ാമത്തെ ശ്ലോകം നോക്കുക. There, it is very nicely stated by Krishna. This is a very important point. അവിടെ വളരെ മനോഹരമായിട്ട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. Sorry, Prabhu. It is a prayer by Daksha to Krishna. ദക്ഷ പ്രേയറാണ്. ദക്ഷൻ ഭഗവാനോട് പ്രാർത്ഥിച്ച പ്രേയറാണ്. Yadya niruktam vachasa nirupitam diyakshabirva manasotayasya ma bhut swarupam gunarupam hi tattat savai gunapaya visharga lakshanaha. Beautiful prayer. Now the translation, ദക്ഷന്റെ പ്രേയറാണ്. the translation is very important. Daksha says, anything expressed by material vibrations. ഏതെല്ലാം കാര്യങ്ങൾ ഭൗതിക തലത്തിൽ നിന്ന് നമ്മൾ വെളിപ്പെടുത്തുന്നുവോ, supposing you use your tongue to speak something, but it is material. നമ്മൾ നമ്മളുടെ വാക്കുകൾ കൊണ്ട് ഭൗതിക തലമായ കാര്യങ്ങളെ സംസാരിക്കുകയാണെങ്കിൽ, anything that you try to ascertain by material intelligence, നമ്മൾ ഏതൊരു കാര്യത്തെയും നമ്മളുടെ ഭൗതിക ശക്തിയിലെ ഭൗതിക ബുദ്ധി കൊണ്ട് നമ്മൾ കാണുകയാണെങ്കിൽ, anything that you experience with your material senses, നമ്മൾ ഓരോ കാര്യങ്ങളെയും ഭൗതിക ഇന്ദ്രിയങ്ങൾ കൊണ്ട് നോക്കുകയാണെങ്കിൽ, or anything which is concocted by your mind, which is material, നമ്മളെ മാനസികമായ ഊഹാപോഹങ്ങൾ കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളെയും തിട്ടപ്പെടുത്തുകയാണെങ്കിൽ, all these 4 attempts to use your senses has nothing to do with the real nature of the Supreme Personality of Godhead. It has nothing to do with Krishna. ഈ 4 കാര്യങ്ങൾ, അതായത് മാനസികമായ ഓരോ മേലെ പറഞ്ഞ കാര്യങ്ങൾ 4ഉം വെച്ചുകൊണ്ട് നമ്മള് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരു തരത്തിലും നമ്മളെ അത് സഹായിക്കില്ല. ഈ 4ഉം ഭഗവാനുമായി ബന്ധപ്പെട്ടതല്ല. Ma bhut swarupam guna rupam hi tattat. Why? Because Krishna is beyond the creation of this material world. കാരണം ഭഗവാൻ ഭൗതിക സൃഷ്ടിക്ക് അതീതനായതുകൊണ്ട് നമുക്കത് ഭൗതിക തലത്തിൽ നോക്കിയാൽ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. He is the source, but he is not affected. He is beyond it. അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം കാരണഭൂതാവ്. പക്ഷെ അദ്ദേഹം ഈ കാരണത്തിനകത്തല്ല, അതിന് മേലെയാണ് അദ്ദേഹം. Shastras tell us, the spider builds a web, isn't it? What, Prabhu? Spider? The spider will build a web, isn't it? Spider web. Yeah. ഈ നമ്മളുടെ ഈ ചെലന്തി വല നോക്കുകയാണെങ്കിൽ, ചെലന്തിയാണ് ഈ വലകളെല്ലാം സൃഷ്ടിക്കുന്നത്. And any animal coming into the web, they will be caught by the web. അതിനകത്ത് ഏതെങ്കിലും ചെറിയ പ്രാണികൾ വരികയാണെങ്കിൽ അതിൽ അകപ്പെടുകയും ചെയ്യും. But the spider is never caught in its own spider web. ഈ പറഞ്ഞ ചെലന്തി ഒരിക്കലും ആ വലക്കകത്ത് കുടുങ്ങാറില്ല. You just look around. If you see a spider being caught by a spider web, it's a very inefficient spider.
അങ്ങനെ ഒരു ചെലന്തി അത് സൃഷ്ടിച്ച ആ വലയെ കൊടുക്കുകയാണെങ്കിൽ ആ ചെലന്തി അത്ര പ്രാഗൽഭ്യമുള്ള ആളല്ല. So the spider is very expert. From the spider, webs are coming out, and yet the spider is not touched or affected or caught by the web. That is Krishna. ആ ചെലന്തി നിന്നാണ് ഇത്രയും വലിയ വല ഇങ്ങനെ രൂപപ്പെടുന്നത്. പക്ഷെ ആ വലയ്ക്കകത്ത് ഒരു കാരണവശാലും ചെലന്തി പെടുകയുമില്ല. So this is why in this shloka today, Kunti Mata is taking a humble position. അതുകൊണ്ടാണ് കുന്തി മാത ഈ ശ്ലോകത്തിലൂടെ വളരെ എളിമത്തത്തോടു കൂടി പറയുന്നത്. Actually, she's a very great devotee and she knows truly who Krishna is. യഥാർത്ഥത്തിൽ കുന്തി മാതാവ് ഏറ്റവും ഉന്നതയായ ഒരു ഭക്തയായിരുന്നു. കുന്തി മാതാവിന് ഭഗവാന്റെ യഥാർത്ഥമായ സ്വരൂപം നന്നായിട്ട് അറിയുകയും ചെയ്യാം. So many times in the prayer, she has said that Krishna is Ishwaraha Prakate Param. He's beyond this material world. പല ശ്ലോകങ്ങളിലും ഈശ്വരയെ പ്രകൃതേ പരം എന്ന രീതിയിൽ കുന്തി മാതാവ് പറഞ്ഞിട്ടുണ്ട്. ഭൗതിക തലത്തിന് അപ്പുറമാണ് ഭഗവാൻ. But she's saying this prayer to address the point that those who are not devoted to Krishna, those who are very materially engaged and attached to their material senses, for them, Krishna's actions, Krishna's leelas, Krishna's plan is bewildering and sometimes never revealed to them. ഇതിലൂടെ പറയുന്നത് ഭൗതിക തലത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. കാരണം അവരുടെ ഈ പറഞ്ഞ എന്താ പറയാ ഭൗതിക തലത്തിലുള്ള ചിന്താഗതികൾ കൊണ്ട് ഭഗവാനെ ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭഗവാന്റെ ശക്തിയും ഭഗവാന്റെ പ്രവൃത്തികളും ലീലകളും ഒന്നും തന്നെ നമുക്ക് ഭൗതിക തലത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. We are struggling in our devotional service. നമ്മളുടെ ഭക്തി സേവനത്തിൽ ഒരുപാട് കഷ്ടപ്പെടുകയാണ്. And sometimes we don't know Krishna's plans also. ചില സമയങ്ങളിൽ ഭഗവാന്റെ ഈ പറഞ്ഞ പദ്ധതികൾ എന്താണെന്ന് നമുക്ക് ഒരിക്കലും പിടിയും കിട്ടാറില്ല. But in the purport to 1134 of Srimad Bhagavad Gita, 11:34 ഭഗവത്ഗീത ഭാവാർത്ഥം നോക്കുകയാണെങ്കിൽ Prabhupada says so nicely that we may not be able to understand Krishna's plan. നമുക്ക് ചിലപ്പോൾ ഭഗവാന്റെ പദ്ധതികളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. But the pure devotees, they understand Krishna's plan. പക്ഷേ ഭഗവാന്റെ പരമ ശുദ്ധ ഭക്തന്മാർക്ക് ഭഗവാന്റെ ഈ പറഞ്ഞ പദ്ധതികളെ മനസ്സിലാക്കാൻ സാധിക്കും. So whatever plans that are the plans of the pure devotees, they are the plans of Krishna. അതുകൊണ്ട് പരമഭക്തന്മാരുടെ പദ്ധതികൾ എന്താണോ അത് തന്നെയാണ് ഭഗവാന്റെയും പദ്ധതി എന്നാണ് പറയുന്നത്. And that is the way, by serving the pure devotees, by serving advanced devotees, we come to know the plan of Krishna. And the bewilderment of the curtain of Maya, by Krishna's mercy and their mercy, it will be lifted. അതുകൊണ്ടാണ് ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാരുടെ പദ്ധതികൾ എന്താണോ അത് നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ അതിലൂടെ ഭഗവാന്റെ ഈ പറഞ്ഞ പദ്ധതിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് എന്താവും, നമ്മളുടെ മുന്നേ ഇരിക്കുന്ന തിര അല്ലെങ്കിൽ ആ കട്ടൻ നമുക്ക് മാറ്റപ്പെടുകയും ചെയ്യും. Otherwise, how to understand the activities of Krishna? അതല്ലാതെ നമുക്ക് ഏത് വിധത്തിലാണ് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? See, in the churning of the milk ocean, ആ പാലാഴി മദന സമയത്ത് the devatas and the demons, they could not keep Mount Meru up. So the devatas prayed to Krishna because they were being crushed. ആ പാലാഴി മദന സമയത്ത് ആ മേരുവിനെ ഉയർത്തിപ്പിടിക്കാൻ ദേവന്മാർക്ക് ഒരിക്കലും സാധിക്കുന്നില്ല. അങ്ങനെ അവർ ഭഗവാനോട് സഹായം അഭ്യർത്ഥിക്കുകയുണ്ടായി. They lost encouragement because Mount Meru was just sinking into the ocean. കാരണം ആ മേരുമല ഈ പറഞ്ഞ സമുദ്രത്തിൽ ഇങ്ങനെ താഴ്ന്നുകൊണ്ടേയിരിക്കുകയാണ്. But then Krishna came in the form of Kurma. അങ്ങനെ ഭഗവാൻ കൂർമാവതാരം എടുത്ത് അവിടെ വരികയുണ്ടായി. And when he became Kurma, he lifted Mount Meru, and he was 800,000 miles long. That was the length of Kurma avatar. അതായത് കൂർമാവതാരത്തിന്റെ വ്യാപ്തിയെ കുറിച്ച് പറഞ്ഞത് 8 ലക്ഷം വ്യാപ്തി, 800 million space. 800,000, Prabhu. 800,000 വലുതായിരുന്നു കൂർമാവതാരത്തിന്റെ വ്യാപ്തി. And so the Kurma avatar also started helping the devatas and the demons by moving. So he was helping the churning. ആ കൂർമാവതാരത്തിലൂടെ ഭഗവാൻ ദേവന്മാരെയും ഈ പറഞ്ഞ അസുരന്മാരെയും സഹായിക്കുകയാണ്. അതിനെ അവർക്ക് കടയാൻ പരുവത്തിനായി. But the devatas were still not doing it properly.
പക്ഷെ ദേവന്മാർക്ക് അത് വേണ്ട വിധത്തിൽ ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു. So Krishna appeared as a 1,000-handed form and sat on top Mount Meru, and from the top he helped to churn also. സോ ഭഗവാൻ വീണ്ടും 1000 കൈകളുള്ള ഒരു അവതാരമായിട്ട് ഈ പറഞ്ഞ മേരുപർവ്വതത്തിന് മേളിൽ വന്നുകൊണ്ട് അവരെ വീണ്ടും സഹായിക്കുകയുണ്ടായി. When the devatas and demons began to feel very tired, ദേവന്മാരും അസുരന്മാരും ഈ പറഞ്ഞ പ്രവൃത്തി കൊണ്ട് ക്ഷീണിതരായ സമയത്ത് Krishna came in the form of cool breeze and rain to refresh them. അവർക്ക് ഭഗവാൻ ഒരു മന്ദമാരുതി പോലെയും ഈ പറഞ്ഞ നല്ലൊരു തണുത്ത കാറ്റായിട്ടും ഭഗവാൻ വന്ന് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തു, ആ ക്ഷീണം മാറാനായി. And to give them the strength to continue, അവർക്ക് വീണ്ടും ശക്തി കൊടുത്ത് വീണ്ടും അത് തുടരാനായി. he appeared in the heart of Vasuki in the mode of ignorance. In the mode of ignorance, tamas. അദ്ദേഹം വാസുകിയുടെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് അവരുടെ അജ്ഞാനത്തെ മാറ്റാനായി സഹായിച്ചു. He appeared in the hearts of the demons in the mode of passion, rajas. ഈ പറഞ്ഞ അസുരന്മാരുടെ ഹൃദയത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചുകൊണ്ട് ഈ രജസായ ഗുണങ്ങളെ ഉത്തേജിപ്പിച്ചു. And he appeared in the hearts of the devatas as the mode of goodness. പക്ഷേ ദേവന്മാരുടെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ പറഞ്ഞ എന്താ പറയാ, സാത്വികമായ ചിന്തകൾ ഉണർത്തി. Just to encourage them in their modes. അവരുടെ ഏത് തലത്തിലാണോ അവരെ കൂടുതൽ, അതേ തലത്തിലേക്ക് അവരെ കൂടുതൽ ശക്തിപ്പെടുത്താൻ. And all this was happening at the same time. ഇതെല്ലാം നടക്കുന്നത് ഒരേ സമയത്താണ് അവിടെ. We can only do one thing at one time. നമുക്ക് എപ്പോഴും ഒരു കാര്യം മാത്രമേ ഒരു സമയത്ത് ചെയ്യാൻ സാധിക്കൂ. Maybe we multitask 2-3 things at one time. That's it. But we can't appear in different places. നമുക്ക് ചിലപ്പോൾ 1-2 കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരിക്കും. പക്ഷെ ഒരേ സമയത്ത് ഇത്രയും സ്ഥലത്ത് വന്ന് പ്രവർത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. Kurma avatar, Krishna at the top, 1,000-hand form, Krishna in the form of breeze and rain, Krishna in the form of 3 modes of material nature. And then after all this, Krishna came in the form of Mohini Murti to help the devatas to take away the Amrit. ഭഗവാൻ കൂർമാവതാരമായി അവതരിക്കുകയും ചെയ്തു. അതിന്റെ മേളിൽ 1000 കൈകളുള്ള നാഥനായി വരികയും ചെയ്തു. ഇവരുടെ ഓരോരുത്തരുടെയും കാഴ്ച ഈ മനോഭാവത്തിനനുസരിച്ച് അവരെ ഉത്തേജിപ്പിച്ചു. അതുപോലെ തന്നെ കാറ്റായി വരികയും ചെയ്തു. അവർക്ക് തണുത്ത ഈ പറഞ്ഞ പോലെ ആശ്വാസം കൊടുക്കാനായി വരികയും ചെയ്തു. ഇതിനെല്ലാം പുറമെ ഭഗവാൻ മോഹിനി രൂപം എടുക്കുകയും ചെയ്തു. How is it possible? ഇതെങ്ങനെ സാധിക്കും? Then in front of Kunti Mata, this Ashwatthama had shot the Brahmastra, and he was coming to kill Parikshit Maharaj in the womb of Uttara. ഉത്തരയുടെ ഗർഭത്തിലേക്ക് പരീക്ഷിത് മഹാരാജ് അല്ല ഇദ്ദേഹം നോട്ട് ഹു ഈസ് ദാറ്റ് ബ്രഹ്മാസ്ത്രം അയച്ച അശ്വത്ഥാമ അയച്ച ബ്രഹ്മാസ്ത്രത്തിനെ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് And when that happened, Krishna was standing in front of Kunti Mata and the Pandavas and Uttara. Uttara started praying, Pahi Pahi Mahayogin, Deva Deva Jagatpate. She was praying to Krishna. He was in front of her. പക്ഷെ ആ സമയത്ത് കുന്തി മാതാവിന്റെ മുന്നിലും ആ പാണ്ഡവരുടെ അടുത്ത് നിന്നുകൊണ്ടാണ് ഇത് ഭഗവാൻ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഉത്തര പാഹി പാഹി മഹായുഗിൻ ദേവദേവ ജഗത്പതേ എന്ന ആ ശ്ലോകം ഉദ്ധരിക്കുകയുണ്ടായി. And Krishna entered into the womb and he shielded Parikshit Maharaj from the force of the Brahmastra. അങ്ങനെ ഭഗവാൻ ഉത്തരയുടെ ഗർഭപാത്രത്തിനുള്ളിൽ പ്രവേശിക്കുകയും അതിനെ പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്തു. ഒരു കവചം പോലെ അതിനെ സംരക്ഷിച്ചുകൊണ്ട് ഉത്തരയെ ആ ഒരു പരീക്ഷത്തിനെ രക്ഷിച്ചു. But at the same time he was standing there as Krishna outside. അവിടെ ഭഗവാൻ പക്ഷെ ഇവിടെ പുറമെ കുന്തിമാതാവിന്റെ മുന്നിൽ തന്നെ നിൽക്കുകയായിരുന്നു. But he was Paramatma in Kunti Mata, he was Paramatma in Uttara, he was Paramatma in Parikshit Maharaj, he was Paramatma in the Pandavas, and he was Paramatma in Ashwatthama. പക്ഷെ ഈ സമയത്തെല്ലാം ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലും, ഉത്തരയുടെ ഉള്ളിലും, കുന്തിമാതാവിന്റെ ഉള്ളിലും, പാണ്ഡവരുടെ ഉള്ളിലും, അശ്വത്ഥാമാവിന്റെ ഉള്ളിലും ഭഗവാൻ പരമാത്മാവായിട്ടുണ്ടായിരുന്നു. So therefore, Krishna is Vidambanam. He can be very bewildering for one who tries to use material senses to understand him. ഇതില് കൃഷ്ണ ഈസ് വിഡംബനം എന്ന് പറയുന്ന വാക്ക് ആശ്ചര്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരാളാണ്. കാരണം ഭൗതിക തലത്തിൽ നമ്മൾ എത്രത്തോളം ശ്രമിച്ചാലും സാധിക്കുകയില്ല. The conclusion is we must develop faith in Krishna.
ഇതിന്റെ അതായത് അവസാനം ഇതിന്റെ ചുരുക്കം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഭഗവാനിലുള്ള വിശ്വാസം വളർത്തിയെടുക്കണം. The deeper our faith is, the stronger our devotional service is. Pardon, Prabhu, can you repeat? The deeper our faith is, the stronger our devotional service is. നമ്മളുടെ വിശ്വാസം എത്രത്തോളം ദൃഢമാവുമോ അത്രത്തോളം നമ്മളുടെ ഭക്തിസേവനം ഉയരുകയും ചെയ്യും. And the stronger our devotional service is, the deeper our faith will become. അപ്പോൾ എത്രത്തോളം നമ്മളുടെ ഭക്തിയുത സേവനം ദൃഢമായിട്ട് നമ്മൾ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് കൂടുതൽ കൂടുതൽ വിശ്വാസവും ഉണ്ടാകും ഭഗവാൻ. And in that way, whatever knowledge and understanding that Krishna wants us to know, he will reveal it to us. അതിലൂടെ ഭഗവാൻ നമുക്ക് എത്രത്തോളമാണ് നമ്മളുടെ ജ്ഞാനം നമുക്ക് വെളിപ്പെടണം എന്നുള്ളത് അത് ഭഗവാൻ വെളിപ്പെടുത്തി തരികയും ചെയ്യും. I want to conclude by a simple pastime of Srila Prabhupada. ഇത് ഞാൻ ഈ ഒരു ശ്രീല പ്രഭുപാദരുടെ ഒരു ലീലയെ പറഞ്ഞുകൊണ്ട് ഇതിനെ സമാഹരിക്കണം എന്ന് വിചാരിക്കുന്നു. Some disciples asked Prabhupada, if you are a spiritual master and a pure devotee, then you should know exactly what I'm thinking. അപ്പോ ചില ഭക്തന്മാർ പ്രഭുപാദരോട് ചോദിക്കുകയുണ്ടായി, അങ്ങൊരു പരിശുദ്ധ ഭക്തനും ആധ്യാത്മിക ആചാര്യനുമാണ്, അപ്പോ അങ്ങേക്ക് എന്തായാലും നമ്മളുടെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം അങ്ങേക്ക് അറിയാം. Prabhupada said, if Krishna wants to reveal what I should know, then I will know everything. But if Krishna does not want to reveal anything, then I will not know anything. സോ ആ സമയത്ത് പ്രഭുപാദർ പറഞ്ഞു, കൃഷ്ണ എന്താണോ എന്റെ ഉള്ളിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി തരണമോ അതെനിക്ക് മനസ്സിലാവും. കൃഷ്ണ ഇച്ഛിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അറിയത്തില്ല. So we should not be bewildered by the bewildering activities of Krishna. നമ്മൾ ഒരിക്കലും പതറിപ്പോകരുത് ഭഗവാന്റെ അത്ഭുതകരമായ പ്രവൃത്തികളെ കണ്ട്. Accept them with faith. അതിനെ നമ്മൾ പൂർണ്ണമായും എന്താ പറയാ കൂപ്പുകയോടെ കൂടി നമ്മൾ അതിനെ ഉൾക്കൊള്ളണം. And Krishna will give us the realizations. കൃഷ്ണൻ തീർച്ചയായിട്ടും അതിനെ മനസ്സിലാക്കാനുള്ള സാക്ഷാത്കാരം നമുക്ക് നൽകുകയും ചെയ്യും. Jai Grantaraj Srimad Bhagavatam ki. Jai Srila Prabhupada ki. Jai Srila Gurudev ki. Ananta Koti Vaishnavinda ki. Jai Gaura Premanande. Thank you, Patita Pavan Prabhu. What an excellent Hare Krishna, translation. Prabhu. No, Prabhu, I was missed somewhere here and there. I think No. not done properly. No. I accept my Thank you. flaws. Katamrit Prabhu, Hare Krishna. So nice to see you. When you smile, it's like the sun is there, Prabhu. Hare Krishna. Very Thank you, Prabhu. very nice. Thank you for the wonderful. Sudarshan Chakra Prabhu. Very nice. Are there any questions? Any points? Hare I have few Krishna, minutes. can I ask a question, Yes. Prabhu? Yes, Mataji, please. Prabhu, you said the barrier to devotional service, faith is our pride. So sometimes if we are doing a service and we got appreciation from others, we are not ready to hand over that service to others. So it is the own kind of pride. So how can we overcome that, Prabhu? That's a good point. Sometimes we become so attached to a service that we think that only we know how to do the service, isn't it? That is a very dangerous thing in devotional service. We escape the material part of it, but we bring that same idea into spiritual life. So that is very dangerous. But the way we should come out of it is to understand that even the service is the mercy of Krishna. And if we really want to preach, we should train others to do the same service we are doing. And if they can do better, then they should do it. And we can assist them. In that way, we are growing the congregation. More people become happy because they want to do the service. Otherwise, only a small group, old boys club, we call, only they will always be the kings. They will be the managers. The young people coming up, they will never let them come up. They will find fault with them. How is the mission going to grow if we do that, you see? So we should understand that Maya will test us when we come to devotional service. And the best way to pass the test is to remember that even that service doesn't belong to us. Service is given to us by Krishna, and we must share the service with others. Just like we share the holy names, just like we share transcendental knowledge, why can't we share the service? Is that helpful, Mataji? Krishna Prabhu, Yes, Danda Prabhu. Pranam. Thank you, Prabhu. Hare Krishna. Krishna Thank Prabhu, you. Danda Pranam.
Hare Krishna, Mataji. Anybody else? All good? Thank you, Prabhuji. Hare Krishna. Pranam. Oh no. Then thank you so much. Thank you so Thank much you so for much, Prabhu. giving Thank me you. this chance. Thank you for coming in your busy schedule. I know you are No, so busy. You no. come from the office to give us association, and after that also you are flying to India. Thank you so much for giving I'm us very happy. association. Please bless us to do the service No, and you're doing to very improve in nice. devotional service, Prabhu. Hare Krishna. No, thank you so much. We will be in touch. I will ask Sankarshan Prabhu to arrange. Maybe what I can do is, even if I don't do Bhagavatam with you all, I can do a Ishta Goshti, where devotees come together. We just have question answers. Anything Okay, that comes Prabhu. to mind, we can discuss it. That is also nice. Thank you, Prabhu. Thank you very Thank you. much, Katamrit Prabhu. Hare Krishna, Thank you, Prabhu. Aishwarya Hare Krishna. Mataji. Thank you. Hare Krishna. Last Sankarshan time, Prabhu. Prabhuji, Yes, Prabhu. whenever you came to Trivandrum, the next Yes. day onwards, as per your instruction, we started the program, Prabhuji. I'm so happy. Maharaj will be so pleased. Your dedication to Bhagavatam is the reason why Maharaj is giving so much blessings to Trivandrum. Please continue this way. Most important, even if others are there or not there, you all are there. You are relishing. That is enough. That's what Maharaj gave us. Thank you, Prabhu, Mataji's. Hare Krishna. Thank you, Prabhu. Hare Hare Krishna. Krishna. Pranam, Krishna. Prabhu. Jai Hare Jai. Krishna. Pranam. Hare Krishna. Hare Thank you, Krishna. thank Hare you, Krishna. thank you, Devakinanda Jai Prabhu. Krishna, Thank you. Devakinanda No, Prabhu nice ki. to hear. Radha Jai. Damodar Prabhu. Thank Hare you, Krishna. Prabhu. Thank you very much. Thank you, thank you. Oh, we're having some Abu Dhabi devotees here also. Huh? Okay, Jai. Yes, I think Prabhu. Abhirakanya Mataji is Krishna. here. Radha Damodar Prabhu, you are there. Thank you, thank you. Yeah, Hare I am from Bol. Abu Dhabi. We'll be always Abu Dhabi. connected to the powerhouse, Prabhu. In the land and the That's the powerhouse. mercy of Krishna. Thank you. Thank And you. I'll see you in Abu Dhabi Radha also. Damodar Very Prabhu is happy. taking class, Prabhu. Radha Damodar Prabhu is taking class Very on our nice. Zoom. I'm very Mataji, that happy. is the instruction of Devakinandan Prabhu, Mataji. I'm so happy. He's very talented, he's very expert, he's multilingual. So this is the thing for him to do, So nice. Thank you. Thank you, Prabhu. All Maharaj mercy, your Thank mercy. you, Thank you. Yeah, no. Please take care. Hare Krishna. Thank Hare Krishna, Prabhu. Jai. Hare Jai. Krishna. Hare Pranams, Bol. Prabhu. Pranams. Hare Krishna Mataji also there. Radhika Mataji is also there. Pranams to Mataji also. Hare Krishna. Hare Krishna, Madaji. Hare Hare Krishna. Hare Krishna. Hare Krishna. I think Prabhu left line തോന്നുന്നു ക്ലോസ് ചെയ്യട്ടെ കഥാൻ പ്രഭു. Hare Krishna, Mataji. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. വ്യക്തമായി വന്നതിന് വളരെ നന്ദി. ഇന്ന് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. വളരെ ഹാപ്പി മുഹൂർത്തമാണ്. എല്ലാ ഭക്തന്മാരും വന്നതിൽ വളരെ സന്തോഷം. നന്ദി. ധന്യവാദം. ഹരേ കൃഷ്ണ. വളരെ നന്ദി ശരണമൂർത്തി സാർ. ലിങ്ക് ഷെയർ ചെയ്തതിന് നമുക്ക് പങ്കെടുക്കാൻ പറ്റി. താങ്ക് യു.